ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡ. ഇവനും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് കമോഡിറ്റി മാർക്കറ്റ്. അപ്പോൾ മോർണിംഗിൽ ചാർട്ടിൻ്റെ മുന്നിൽ സമയമില്ലാത്ത, അതായത് ഇരിക്കാൻ സമയമില്ലാത്ത ഒരുപാട് ക്ലയൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈവനിങ് സ്ട്രാറ്റജി MCXന് സിൽവറിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ട് എൻട്രിയും എക്സിറ്റും റിവേഴ്സലും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ MCX മാത്രമല്ല, ഇക്വിറ്റി, ഓപ്ഷൻസ്, അതേപോലെ തന്നെ ഫോറക്സ് മാർക്കറ്റ്, ക്രിപ്റ്റോ, അതേപോലെ അഗ്രി മാർക്കറ്റ്, അങ്ങനെ കംപ്ലീറ്റ് മാർക്കറ്റ് സപ്പോർട്ടാണ്. എങ്ങനെ വർക്ക് ചെയ്യും നമുക്ക് ലൈവായിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ലൈവ് ഡെമോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, 15 years എക്സ്പീരിയൻസ് 2009 നമ്മൾ വിൻട്രയുടെ ഫസ്റ്റ് വേർഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ 8.1 നമുക്ക് 80-90% ആക്യുറസി ഉണ്ട്. അപ്പം ബിഗിനേഴ്സിനൊക്കെ വരുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് ലെവലോട് ഈ ബാർ ചാർട്ട് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് ഫ്ലക്ച്വേഷനുള്ള മാർക്കറ്റാണ്. അപ്പോൾ അതിലൊക്കെ പ്രോപ്പർ റിവേഴ്സിൽ പോകുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന പ്രോഫിറ്റ് എല്ലാം പോകും. അപ്പോൾ അതൊക്കെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ സിൽവർ നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് മാർക്കറ്റ് 3 ദിവസങ്ങളായിട്ട് ഡൗൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും മാർക്കറ്റ് ഡൗൺ ആണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന സെൽ സിഗ്നൽ, അപ്പോൾ ഇത് ലേറ്റസ്റ്റ് വേർഷൻ 8.1 ആണ്. ഇതിന് റേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് സെൽ സിഗ്നൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അത് വന്ന സമയം മുകളിൽ കൊടുത്തിട്ടുണ്ട്. 18/5/28 വന്നതാണ്. ഇതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. 3 ടാർഗറ്റുകളാണ്. ഇത് 3 അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 3000 പോയിന്റുകൾ ഡൗൺ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പം ഇതിന് നമുക്ക് സോഫ്റ്റ്വെയർ എൻട്രി തന്ന ഈ പോയിന്റിലാണ് ഇപ്പം ഇത്ര റേറ്റ് ഇവിടെ കാണാം. നമുക്ക് ടോട്ടൽ എത്ര പോയിന്റ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് ഇവിടെ കാണാം. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. സിഗ്നൽ വരുമ്പോൾ കൺഫേം ആണ് നോക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ബൈ വന്നിട്ടുണ്ട്. ഈ ബൈ വരുമ്പോൾ ഇവിടെ ക്യാൻഡിൽ ഗ്രീനും താഴത്തെ കൺഫർമേഷൻ ബാറും ഗ്രീനും പ്രൈസ് ആൻഡ് ബൈസോണും കൂടെ വന്നാലേ അവിടെ ട്രേഡ് ആക്റ്റീവ് ആവുള്ളൂ. ഇപ്പോൾ ഇവിടെ ബൈസോൺ ഇവിടെ വന്നിട്ടും നമുക്ക് ആക്ച്വലി അവിടെ നിന്ന് റിവേഴ്സ്, ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് പോയി കഴിഞ്ഞാൽ കളർ ചേഞ്ച് കാണിച്ചാൽ അവിടെ എക്സിറ്റ് അടിച്ചു വിടാം. അവിടെ നിന്ന് റിവേഴ്സിലാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ബൈ കൺഫേം ആയിരുന്നെങ്കിലും റിവേഴ്സ് പോയപ്പോൾ നമുക്ക് കാണിച്ചു തന്നിരുന്നു. ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് കൺഫേം ആയത്. കൺഫർമേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മാർക്കറ്റ് റിവേഴ്സും പോയി. അപ്പോൾ വോളിയം ഇല്ലാത്ത മാർക്കറ്റിലൊക്കെ റിവേഴ്സ് പോയി കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാനുള്ള സിമ്പിളാണ് എക്സ്ട്രാ കളേഴ്സ്, ഓറഞ്ച്, വൈറ്റ് ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ലേറ്റസ്റ്റ് വേർഷൻ സെല്ല് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ സിഗ്നൽ കൺഫേം ആയി സപ്പോർട്ടും എടുത്ത് മാർക്കറ്റ് താഴ്ത്തിറങ്ങി. എഗെയിൻ പിറ്റേ ദിവസം മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങി, സപ്പോർട്ട് പിന്നെ എടുത്തു, ബ്രേക്ക് ചെയ്ത് ഇവിടം വരെ ഇറങ്ങി, തിരിച്ച് ബാക്ക് അടിച്ച് പിന്നെ ഇറങ്ങി. അപ്പോൾ ടോട്ടൽ ഇപ്പോഴും മാർക്കറ്റ് ഡൗൺ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പോൾ രാവിലെ ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് മാർക്കറ്റ് പിന്നെയും ഇറങ്ങിയത്. ഇവിടെ വരെ ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ച് മാർക്കറ്റ് കയറാൻ ശ്രമിച്ചു, പക്ഷെ കയറിയില്ല, പുൾ ബാക്ക് ആയിരുന്നു. പിന്നെ തിരിച്ച് മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പം പിന്നെ ഇനി തിരിച്ച് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ റീ എൻട്രി തരും, അവിടെ നിന്ന് പിന്നെ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് താഴത്തെ കൺഫർമേഷൻ ബാർ, ഇവിടെ ചെറിയൊരു കൺഫർമേഷൻ ബാർ നമുക്ക് തരുന്ന കൺഫർമേഷൻ ബാർ നമുക്ക് റെഡ് ആവുന്നത് വരെ, റെഡ് മാറുന്നവരെ നമുക്ക് സെൽ സോൺ ആണ്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്കിപ്പോൾ റെഡ് കണ്ടിന്യൂവേഷൻ അത് മാറി ഗ്രീനിലേക്ക് വരുന്നവരെ നമുക്ക് പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അതല്ല ഇടയ്ക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ക്രോസ് ചെയ്യുന്ന ലെവലിൽ ഇരിക്കാം. ട്രെൻഡ് ലൈൻ തിരിച്ച് ബാക്ക് അടിക്കുന്ന പോർഷൻ, പിന്നെ തിരിച്ചിറങ്ങുന്ന പോർഷനൊക്കെ നമുക്ക് നെക്സ്റ്റ് എൻട്രി ലെവലാണ്. അവിടെ നിന്നൊക്കെ നമുക്ക് പിന്നെയും എൻട്രി കിട്ടുന്നുണ്ട്. അതൊക്കെ നമുക്ക് റീ എൻട്രി ആയിട്ട് തരുന്നുണ്ട്. ഇല്ലെങ്കിൽ തിരിച്ചിറങ്ങുന്ന പോർഷൻ ഉണ്ടാവും, നമുക്ക് അവിടെ എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ലൈവായിട്ട് കാണിച്ചു തരും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ സിൽവർ പോലെ തന്നെ നമുക്ക് ആക്ച്വലി എല്ലാം മാർക്കറ്റ് സപ്പോർട്ടാണ്. അപ്പോൾ കമോഡിറ്റി മാർക്കറ്റിൽ നമ്മളെപ്പോഴും 15 മിനിറ്റാണ് സെറ്റ് ചെയ്യാറുള്ളത്. 5 മിനിറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്യാറില്ല. അപ്പോൾ 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫേക്ക് റിവേഴ്സൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ്സിൽ ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ഇറങ്ങി തിരിച്ചൊരു ബൈ വന്നിട്ട് അവിടെ നിന്ന് റിവേഴ്സും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിഗ്നൽസ് കൺഫ്യൂസിങ് ആണ് 5 മിനിറ്റ്സിൽ. അപ്പം ചെറിയ ചെറിയ ട്രേഡുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് 5 മിനിറ്റ്സ് നമുക്ക് ഒരിക്കലും 5 മിനിറ്റ്സ് വെക്കരുത്. നമുക്ക് 15 ആണ് കുറച്ചുകൂടെ നല്ലത് ഫേക്ക് റിവേഴ്സലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ തിരിച്ച് മാർക്കറ്റ് നമുക്ക് അവിടെ നിന്ന് കണ്ടിന്യൂഷൻ ആണ്, ഇപ്പോൾ റെഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ലൈവ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.